ഹായ് ഗൈസ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് എന്ന ചാപ്റ്ററിലേക്ക് വന്നിട്ടുള്ള അമെൻമെന്റ്സ് ആണ്. ഓക്കെ, ഫൈൻ. നമുക്ക് നേരെ അമെൻമെന്റ്സിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് അമെൻമെന്റ് 9 സബ്സെക്ഷൻ 1 വന്നിട്ടുള്ള അമെൻമെന്റ് ആണ്. ഓക്കെ, എന്താണ് 9.1? ബേസിക്കലി 9 ടോക്സ് അബൌട്ട് ചാർജ് അല്ലെ. 9.1 ആക്ച്വലി ടോക്സ് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അതായത് CGST എന്നൊരു ടാക്സ് വേണം, അത് ചാർജ് ചെയ്യേണ്ടത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിലാണ്. സെക്ഷൻ 15 പറയുന്ന വാല്യൂയുടെ മുകളിലാണ് ചാർജ് ചെയ്യേണ്ടത്, എക്സെട്ര എക്സെട്ര കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഇസ് ബേസിക്കലി നോൺ ടാക്സബിൾ സപ്ലൈ. അതായത് GST അട്രാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് നമ്മൾ ഈ നോൺ ടാക്സബിൾ സപ്ലൈ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടോട്ടൽ 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാം. ആദ്യത്തത് ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനും, അടുത്ത 5 എണ്ണം പെട്രോളിയം പ്രൊഡക്ട്സും അല്ലെ. അപ്പൊ ആ ആദ്യത്തെ ഐറ്റം, അതായത് ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷനെ GST എക്സ്ക്ലൂഡ് ചെയ്യുന്നത് 9 സബ്സെക്ഷൻ 1ഉം, നമ്മൾ പറയുന്ന 5 പെട്രോളിയം പ്രൊഡക്റ്റുകൾ 9 സബ്സെക്ഷൻ 2 ആണ്. ഇവിടെ എന്താ ചേഞ്ച് എന്ന് വെച്ചാൽ, ഈ 9.1 ഈ ആൽക്കഹോളിന്റെ കൂടെ തന്നെ 2 ഐറ്റം കൂടെ ആഡ് ആയി വന്നിട്ടുണ്ട്. ആൻഡ് ദോസ് ഐറ്റംസ് ആർ ആക്ച്വലി വെരി മച്ച് റിലേറ്റഡ് ടു ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. എന്തൊക്കെയാണ് ഐറ്റം? ശ്രദ്ധിക്കുക, ആ 2 പുതിയ ഐറ്റംസ് ഇതാണ്: അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും അതുപോലെ തന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റും. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോ ഫോംസ് ഓഫ് ആൽക്കഹോൾ ആണ്. ഓക്കെ, ഈ പറയുന്ന അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഐറ്റവും അതുപോലെ തന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഐറ്റവും ആക്ച്വലി പലതരത്തിലുള്ള ആൽക്കഹോളിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് കൺസ്യൂം ചെയ്യാൻ ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ടാവും, അതിനുവേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയാകാം. ഓക്കെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെറ്റ്സ് സേ ഈ സാനിറ്റൈസേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ്. ഓക്കെ, പെർഫ്യൂംസ്, അങ്ങനത്തെ കുറെ ഐറ്റംസ്. ഇതുപോലെ പല പല സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന 2 ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, നൗ ദി അമെൻമെന്റ് സേസ് ദാറ്റ് when these 2 items are used for the manufacture of alcohol liquor for human consumption, then these items are to be treated as non-taxable supplies because these items also will not attract GST. Whereas ഈ 2 ഐറ്റംസ് നമ്മളിപ്പോ പെർഫ്യൂംസ് ഉണ്ടാക്കാനോ സാനിറ്റൈസർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ that transaction actually will attract GST. Clear? And that's all about amendment number 1. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ അമെൻമെന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Alright, let's move forward to next amendment. Amendment 2 is actually fairly easy. This amendment or ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് ത്രൂ ഔട്ട് GST ആക്ടിൽ വന്നൊരു എന്താ പറയുന്നത്, എല്ലായിടത്തും ഉള്ളൊരു അമെൻമെന്റ് ആണ്. എന്താണ്? നമ്മൾ GST ആക്ടിൽ സെക്ഷൻ 73 ആൻഡ് സെക്ഷൻ 74 പഠിക്കുന്നുണ്ട് അല്ലെ. ഡിമാൻഡ് ആൻഡ് റിക്കവറി എന്ന ടോപ്പിക്കിൽ എസ്പെഷ്യലി നമ്മൾ ഫൈനൽ ലെവലിലാണ് 73, 74 പഠിക്കാം, ഡിമാൻഡ് ആൻഡ് റിക്കവറി. അപ്പോൾ ഞാൻ സബ്സിക്വന്റ്ലി ഡിമാൻഡ് ആൻഡ് റിക്കവറിയുടെ വീഡിയോ അമെൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 73, 74 എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ വരെ ഉള്ളൂ, 23, 24 വരെ ഉള്ളൂ. 24, 25 മുതൽ 74A എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷനാണ് വരുന്നത്. സോ എന്താണ് നമ്മുടെ അമെൻമെന്റ്? അമെൻമെന്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്ടിൽ പലയിടത്തായിട്ടും 73, 74 റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തെടുത്ത എല്ലാം തന്നെ 74Aയും കൂടെ ഇപ്പൊ റെഫറൻസ് ആഡ് ആയിട്ടുണ്ട്. അതാണ് ഒരു കൺസിസ്റ്റന്റ് അമെൻമെന്റ് ആണ് ത്രൂ ഔട്ട് ദി ആക്ട്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ സെക്ഷൻ 10 ആക്ച്വലി ഡീൽസ് വിത്ത് കോമ്പസിഷൻ സ്കീം, കറക്റ്റ്? യെസ്. സോ ഇഫ് എ പേഴ്സൺ ഈസ് അവൈലിംഗ് ദി സ്കീം ആൻഡ് ആക്ച്വലി ദേ ആർ ഇൻഎലിജിബിൾ ടു അവൈൽ ദ സ്കീം ആൻഡ് ദിസ് ഇസ് സബ്സിക്വന്റ്ലി നോട്ടീസ് ബൈ ദ ഗവൺമെന്റ്, എന്ത് സംഭവിക്കും? ആ നേരത്തെ അടക്കേണ്ട ടാക്സ് ഒക്കെ അവിടെ നിന്ന് റിക്കവർ ചെയ്യും. അത് റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ആക്ച്വലി 73, 74 ആണ്. ഇപ്പൊ എന്ത് പറ്റി? അതിനകത്ത് 74A കൂടെ ആഡ് ആയി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അമെൻമെന്റ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലയിടങ്ങളിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസിലും ഈ സ്പെസിഫിക് അമെൻമെന്റ്സ് ഡിസ്കസ് ചെയ്യില്ല, ബിക്കോസ് 73, 74 വരുന്നിടത്തെല്ലാം 74A ഉണ്ട്. അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ദാറ്റ്സ് all about amendment number 2 for this particular chapter, charge. Let's move on to next amendment. Amendment 3 is actually very interesting, at the same time important. ഓക്കെ, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് ആക്ച്വലി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിക്കുന്നുണ്ട്, കറക്റ്റ്? യെസ്.
എവിടെ 9 സബ്സെക്ഷൻ 3ലാണ് റിവേഴ്സ് ചാർജ് വരുന്നത്. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ 13/2017 there are certain services notified which will be taxed under reverse charge. ഈസി, നമ്മൾ ഓൾറെഡി പഠിക്കുന്ന. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന 2 ടൈപ്പ് സർവീസ് ആണ്. ഒന്ന് സ്പോൺസർഷിപ്പ് സർവീസും അടുത്തത് സർവീസ് ബൈ ഓഫ് റെന്റിംഗ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗും. ഓക്കെ, അപ്പോൾ ഇതൊരു അമെൻമെന്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ക്വിക്ക് റാപ്പിഡ് റിവിഷൻ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പ്രൊവിഷൻ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സ്പോൺസർഷിപ്പ് സർവീസും അതുപോലെ തന്നെ റെന്റിംഗ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിങ്ങൾ അതർ ദാൻ ഡ്വെല്ലിംഗ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇപ്പൊ ചേഞ്ച് ആയി. ഇത് ചേഞ്ച് ആയിട്ട് ഈ 2 പ്രൊവിഷൻ്റെയും ആക്ച്വലി ഇതിന്റെ ചാർജ് കണ്ടുപിടിക്കുന്ന മെക്കാനിസത്തിന് ചേഞ്ച് ഉണ്ട്. ഞാൻ ആ ലേറ്റസ്റ്റ് മെത്തേഡ്, പുതിയ മെത്തേഡ് മാത്രം ഇവിടെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ എന്താണ് ചേഞ്ച് എന്നുള്ള കാര്യം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ചേഞ്ച്. അവർ മീൻസ് എൻ്റെ PDF ഉണ്ട് എന്താണ് ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താണെന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ്സ് അനലൈസ് സ്പോൺസർഷിപ്പ് സർവീസ്. സി, ഈ സ്പോൺസർഷിപ്പ് സർവീസ് ആദ്യം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ആരാണ് സപ്ലയർ, ആരാണ് റെസിപ്പിയന്റ്. ഐ ഹോപ്പ് അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, വി നോ ദാറ്റ് ദ റെസിപ്പിയന്റ് ഈസ് ആക്ച്വലി ദ സ്പോൺസർ ആൻഡ് ദ സപ്ലയർ ഈസ് ദി ഇവന്റ് ഓർഗനൈസർ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും താഴെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വാട്സാപ്പ് ചെയ്യും ഈ പറഞ്ഞ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. സോ ലെറ്റ്സ് ഡയറക്ട്ലി ജമ്പ് ഇൻടു പ്രൊവിഷൻ. There's an event organizer and there's a sponsor. All right, and event organizer has provided sponsorship service to this particular recipient, that is a sponsor. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ചാർജ് എന്താണ്. The first thing you have to see is whether the supplier is a body corporate or not. And this is the main change. നിങ്ങൾ പണ്ടത്തെ പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇഗ്നോർ ദ സപ്ലയർ, ലുക്ക് അറ്റ് ദ റെസിപ്പിയന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ സപ്ലയർ. Now, if the supplier is actually a body corporate, the charge is going to be forward charge, which means the body corporate, that's basically the supplier, and that's basically the event organizer, will have to pay GST to the government. Now, what happens if it's non-body corporate? അതായത് സപ്ലയർ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ then you have to see who the recipient is. Now, when you're looking at here, you have to see whether the recipient is a body corporate, a firm, or any other individual and others. ആ കേസുകളൊക്കെ individual and others means എല്ലാം അവിടെ പെടും. ഈ സിറ്റുവേഷനിൽ if the recipient is a body corporate and a firm, it's going to be reverse charge. And in the case of individual and others, it's going to be forward charge. So already പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും, ഇത് ആക്ച്വലി ഒരു അമെൻമെന്റ് അല്ല. ഇതായിരുന്നു പണ്ടത്തെ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. പണ്ട് നമ്മൾ we directly look at the recipient. If the recipient is a body corporate or firm, we say that hey, that's RCM. ആൻഡ് റെസിപ്പിയന്റ് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ട്രസ്റ്റ് അങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരെ അത് ഫോർവേഡ് ചാർജ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ദി അമെൻമെന്റ് സേസ് ദാറ്റ് നൗ യു ഹാവ് ടു ഫസ്റ്റ് ലുക്ക് അറ്റ് ദ സപ്ലയർ. സോ ഇത് പെട്ടെന്ന് കിട്ടാൻ ഞാൻ ഒരു ക്വിക്ക് എക്സാമ്പിൾ എടുക്കാം, ശ്രദ്ധിക്കാം. ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ലെറ്റ്സ് സേ BCCI. ഓക്കെ, നൗ BCCI ആണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി സ്പോൺസർഷിപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. സോ BCCI ഈ സർവീസ് കൊടുക്കുന്നത് Dream11 ആണെന്ന് വെച്ചോ. We know that Dream11 did sponsor Indian cricket team അല്ലേ. Now ഇതിന് ഡെഫിനറ്റ്ലി Dream11 ഒരു ചാർജ്, ഒരു എമൗണ്ട് BCCI കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ചാർജ് കണ്ടുപിടിക്കണം. എന്താണ് ചാർജ്? ഇറ്റ്സ് ഗോയിങ് ടു ബി റിവേഴ്സ് ചാർജ്. ഹൗ കം? The reason for that is first we looked at BCCI. We tried to understand whether BCCI is a body corporate or not. The answer is no. BCCI is not a body corporate. If BCCI is not a body corporate, then we look at the recipient, that's basically Dream11. Dream11 ഒരു കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രിഗർ ചെയ്യേണ്ടത് RCM ആണ്. ഓക്കെ, സിമിലർലി ഇഫ് ലെറ്റ്സ് സേ ഇന്ത്യൻ ടീം ഇസ് സ്പോൺസർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓൺ ഹിസ് ഓൺ. ഒരു ഇൻഡിവിജ്വൽ ആണ്, ഇപ്പൊ മുകേഷ് അംബാനി ആണ് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ എന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. then it's going to be forward charge. Why? It's an individual who is a sponsor. Okay, whereas ഇതിപ്പോ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നൊരു കോൺസെപ്റ്റ് വിട്ടിട്ട് ലെറ്റ്സ് സേ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ആ ഇവന്റ് ആണ് ഇങ്ങനെ പല ആൾക്കാർ സ്പോൺസർ എന്ന് വെച്ചോ. ജസ്റ്റ് ഡോണ്ട് ഈവൻ ബോദർ ആരൊക്കെയാണ് റെസിപ്പിയന്റ്, ജസ്റ്റ് ഫോക്കസ് ഓൺ സപ്ലയർ. ബോഡി കോർപ്പറേറ്റ് അല്ലേ, കഴിഞ്ഞു. ദിസ് ഇസ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. Okay, so that's all about the amendment related to sponsorship service. Now let's look at the next phase, that is
renting of immobile property other than residential dwelling. അപ്പോൾ renting of immobile property and where the immobile property is a residential dwelling നമ്മൾ ഓൾറെഡി പഠിച്ച വിഷയമാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. അവിടെ 20,000 ഹോസ്റ്റലിലെ കഥയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ച് സെറ്റാണെന്ന് വിചാരിക്കുന്നു. We are moving on to renting of immobile property other than residential dwelling എന്ന് പറയുമ്പോൾ predominantly we are talking about ഇതുപോലത്തെ കമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ. ഇതൊക്കെ റെന്റിന് കൊടുക്കുകയാണ്. ഓക്കെ ഫൈൻ. സി അമെൻമെന്റ് വളരെ മൈന്യൂട്ട് ആണ്. അപ്പം ഞാൻ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറഞ്ഞ നേരെ അമെൻമെന്റിലേക്ക് അങ്ങ് പോവാം. ശ്രദ്ധിക്കാം, ഇങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് പ്രൊവൈഡിംഗ് ടു അനദർ രജിസ്റ്റേർഡ് പേഴ്സൺ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ഇത് അമെൻമെന്റ് അല്ല, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയണം. അതുപോലെ ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് പ്രൊവൈഡിംഗ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർവേഡ് ചാർജ്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് RCM വരുന്നത്? When an unregistered person is providing the service to a registered person, അപ്പോഴാണ് റിവേഴ്സ് ചാർജ് ട്രിഗർ ചെയ്യുക. ഇതായിരുന്നു എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ, ഓൾറെഡി ഉണ്ടായിരുന്ന പ്രൊവിഷൻ. ഇതിൽ ചേഞ്ച് വരുന്നത് ഒരു മൈന്യൂട്ട് കാര്യമാണ്, ശ്രദ്ധിക്കാം. അതായത് ഇമാജിൻ ഇഫ് എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് പ്രൊവൈഡിംഗ് സർവീസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, നമ്മൾ RCM ആണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇഫ് ദിസ് രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ബേസിക്കലി എ കോമ്പോസിഷൻ ഡീലർ, okay, if it's basically a composition dealer, then this is going to be actually forward charge. See, more than forward charge, what you have to understand is it will not be reverse charge. And then angana parane, see, supplier unregistered alle, so this transaction will not attract GST. Unregistered person alle, nammal ipo forward charge ennu parayumbol supplier tax adakkunnalle, supplier is unregistered, appo GST varum, appo GST trigger cheyilla. Okay, appo onnum kude reg to reg forward, reg to unreg again forward, unreg to reg RCM. ഇതാണ് ആക്ച്വലി RCM എൻട്രി. അമെൻമെന്റ് എന്താണ്? when unregistered person provides service to registered person where the registered person is a composition dealer, this is going to be under not under reverse charge. reverse charge ട്രിഗർ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ എൻട്രി ഇങ്ങനെ വരുന്നതിന് മുമ്പുള്ള കുഴപ്പം എന്തായിരുന്നു? ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു കോമ്പോസിഷൻ ഡീലർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ RCM ട്രിഗർ ചെയ്യുകയും RCM ടാക്സ് അടക്കേണ്ടി വരികയും ചെയ്യും. ഓക്കെ, ITC പോലും കിട്ടില്ലല്ലോ. ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല, RCM ടാക്സ് അടക്കണ്ട. ആൻഡ് ദാറ്റ്സ് ദ അമെൻമെന്റ് റിലേറ്റഡ് ടു റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സെറ്റ്? ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ ഈ അമെൻമെന്റ് 3 കംപ്ലീറ്റ്ലി കവർ ചെയ്തു. നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തത് ഈ RCM നോട്ടിഫിക്കേഷനിലെ കേസിൽ വരുന്ന 2 ചേഞ്ചസ് ആണ് നോട്ട് ചെയ്തത്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് അമെൻമെന്റ്. ഓൾറൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് is an amendment and that's related to 9 subsection 5. ഈ അമെൻമെന്റ് നമ്മൾ ആക്ച്വലി ഇവിടെ സംസാരിക്കുന്നെങ്കിലും ദിസ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ITC ചാപ്റ്റർ, ബട്ട് ദാറ്റ്സ് ഫൈൻ. ആൻഡ് ദിസ് ഇസ് സ്പെസിഫിക്കലി ആപ്ലിക്കബിൾ ഫോർ ഫൈനൽ ലെവൽ, CA ഫൈനൽ ലെവലിലേക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഒരു അമെൻമെന്റ് ആണ്. ഓക്കെ, എന്താണ്? A new clarification has been inserted on ITC availed by e-commerce operator for services notified under 9(5). So you know what 9 subsection 5 is. There are certain services that has been notified by government. And if these services are provided through an e-commerce operator, the tax should be paid to the government by the e-commerce operator and not the supplier. Transportation, housekeeping, accommodation, restaurant service, 4 സർവീസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതിന് താഴത്തേക്കൊക്കെ ഒത്തിരി കഥകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. Now the question that arose was, എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സപ്ലൈക്കൊക്കെ ടാക്സ് അടയ്ക്കുന്നത് ആരാ? ഇക്കോ ആണ്. ഓക്കെ, പക്ഷെ ഇക്കോടെ ടാക്സ് ആണ് അടയ്ക്കുന്നത്? അല്ല, സപ്ലൈ ടാക്സ് തന്നെ അടയ്ക്കുന്നത്, പക്ഷെ അടയ്ക്കുന്നത് ഇ-കോമേഴ്സ് ഓപ്പറേറ്ററാണ്. അപ്പൊ ഒരു ചോദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഇക്കോയുടെ ITCയിൽ എന്തെങ്കിലും റിവേഴ്സൽ എടുക്കേണ്ട ആവശ്യമുണ്ടോന്നായിരുന്നു ചോദ്യം. ഇപ്പൊ നിങ്ങൾ അഗെയിൻ നമ്മൾ ഫൈനലിൽ 17 സബ്സെക്ഷൻ 3 ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു സപ്ലയറുടെ ഔട്ട്പുട്ട് സപ്ലൈ റിവേഴ്സ് ചാർജിൽ ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ITC റിവേഴ്സ് ചെയ്യണം. നമ്മൾ E/F കമ്പ്യൂട്ടേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതിനകത്ത് റിവേഴ്സ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ ഒരു ഡൗട്ട് വന്നിരുന്നു, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ കുറച്ച് സപ്ലൈക്ക് ടാക്സ് അടക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ സപ്ലൈ ഒക്കെ ഈക്കകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതൊക്കെയായി ബന്ധപ്പെട്ട ITC റിവേഴ്സ് ചെയ്യണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ദ ക്വസ്റ്റൻ ഇസ് ക്ലിയർ. നമ്മൾ നോർമലി ഒരു RCM ട്രാൻസാക്ഷൻ വരുവാണെങ്കിൽ RCM സെയിൽസ് നമ്മൾ ഇയിലേക്ക് ആഡ് ചെയ്യും, എഫിലും ആഡ് ചെയ്യും, E/F എടുക്കും, അതിന് ITC നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇതായിരുന്നു കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ഡൗട്ട് വന്നിരുന്നത്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഒരു പെർട്ടിക്കുലർ സപ്ലൈക്ക് GST ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ടല്ലോ, അത് ഇക്കോടെ സപ്ലൈ അല്ല, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ITC റിവേഴ്സ് ചെയ്യണമെന്നൊരു ഡൗട്ട് വന്നു. ക്ലാരിഫിക്കേഷൻ നോക്കൂ. An e-commerce operator is liable to pay tax on specified services under 9(5). Already നമുക്കറിയാം. It also provides its own platform services. Of course,
ഇക്കോയ്ക്ക് ഇക്കോയുടെ സർവീസ് ഉണ്ടല്ലോ, ലൈക്ക് platform fees, etc. Doesn't matter. Now, it is clarified that ICO is not required to reverse the ITC availed on input or input services used to facilitate supplies notified under 9 subsection 5. അപ്പോൾ 9 subsection 5മായി ബന്ധപ്പെട്ടിട്ടുള്ള 9 subsection 5 എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു സപ്ലൈ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഇക്കോയ്ക്ക് കുറെ ഇൻപുട്ട് സപ്ലൈ ഉണ്ടാവും, പലതരത്തിലുള്ള ഇൻപുട്ട് സപ്ലൈ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ITC റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ അവൈൽ ദ ITC. ഓക്കെ, ഡൺ. Now comes something very interesting. Already നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിഷയമാണ്. However, ITC cannot be used to pay the tax liability under 9 subsection 5. അതായത് ഒരു സപ്ലയർ ഉണ്ട്, ഇക്കോ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്. കറക്റ്റ്? സപ്ലൈ ചെയ്തു. ഈ പറയുന്ന ട്രാൻസാക്ഷനിൽ ഇക്കോ ഉള്ള ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. ഈ അടയ്ക്കുന്ന ടാക്സ് ഇവരെങ്ങനെ തന്നെ അടച്ചോളണം? ക്യാഷ് ആയിട്ട് തന്നെ അടച്ചോളണം. ഈ ടാക്സ് അടയ്ക്കാനായിട്ട് ഇക്കോ ITC എടുക്കരുത്. കാരണം ഇക്കോയുടെ സപ്ലൈ അല്ലല്ലോ, ഇക്കോ ത്രൂ പോയി എന്നല്ലേ ഉള്ളൂ. അതാണ് പെർട്ടിക്കുലർ പോയിന്റ് പറയുന്നത്. ഓക്കെ, നൗ ഇത് അടയ്ക്കാൻ ITC ഉപയോഗിക്കാതിരുന്നാൽ മതി. അവരുടെ ബാക്കിയുള്ള ITCക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അവരുടെ നോർമൽ ബിസിനസ് ITC റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ദേ ക്യാൻ സ്റ്റിൽ ബി യൂസ് ടു പേ ടാക്സ് ഓൺ സർവീസസ് പ്രൊവൈഡ് ബൈ ഇക്കോ. നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോം ഫീസ് ഒക്കെ അടയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. നോ ഇഷ്യൂസ്. ക്ലിയർ? അടുത്തത് അമെൻമെന്റ് നമ്പർ 5. നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ് എങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. അതായത് there is something basically called DDA. Okay, and DDA is basically Delhi Development Authority. Okay, അപ്പോൾ ഇവരെ ഒരു ലോക്കൽ അതോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം, നമ്മൾ ലോക്കൽ അതോറിറ്റിയുടെ സർവീസ് പഠിക്കുന്നതാണല്ലേ. എവിടെ? ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് എന്ന ടോപ്പിക്കിൽ ലോക്കൽ അതോറിറ്റി ഡീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കറിയാം, നമ്മളത് സപ്ലയർ ആരെന്ന് പ്രത്യേകം തിരിച്ച് പറയില്ലേ. ആദ്യം സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, യൂണിയൻ ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റീനെ ഒരു ലോക്കൽ അതോറിറ്റി ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അതിന് ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്തു, 1 ലൈനിൽ തീർത്ത് തരാൻ പറ്റില്ല. പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അവർ റീസൺ ഒക്കെ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് നോട്ട് ആൻ എലക്ടഡ് സെൽഫ് ഗവേണിംഗ് ബോഡി. Okay, so therefore it cannot be treated as a local authority. 1 line നമുക്ക് തീർക്കാം. അപ്പോൾ പ്രത്യേകത എന്താണ്? അപ്പോൾ ലോക്കൽ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന റിവേഴ്സ് ചാർജോ എക്സംഷനോ ഒന്നും DDAക്ക് അപ്ലിക്കബിൾ അല്ല. റിവേഴ്സ് ചാർജ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് അതൊക്കെ ഫോർവേഡ് ചാർജ് ആയിരിക്കും. എക്സംഷൻസ് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് അതൊക്കെ ടാക്സബിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. ടാക്സബിൾ ആൻഡ് ഫോർവേഡ് ചാർജ് ഡൺ. So with that we are done with all the amendments related to this chapter charge. I hope നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.